എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ സുകുമാരൻ്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനാക്കി കഴിഞ്ഞ ഡിസംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തെലുങ്കിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ പുഷ്പ 2 ദ റൂൾ. നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 65 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14,65 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 922 കോടി രൂപയാണ്. 6-ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 75 കോടിക്കും മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1000 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ അല്ലു അർജുൻ്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 1000 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടി ഇതിനോടൊപ്പം തന്നെ പുഷ്പ 2 മാറാൻ പോവുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം നവംബർ മാസം 22-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി മികച്ച കളക്ഷൻ നേടിയ സിനിമ കൂടിയാണല്ലോ സൂക്ഷ്മദർശിനി. നിലവിൽ 19 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 19-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 19 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 23 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി കടന്നിരിക്കുകയാണ്. 50,70 ലക്ഷമാണ് ചിത്രത്തിന്റെ ആദ്യ 19 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് വന്നിരിക്കുന്നത്. നവംബർ മാസം 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ഫാമിലി കോമഡി ഹൊറർ ജോണർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണല്ലോ ഹലോ മമ്മി. നിലവിൽ 20 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ചിത്രം ആകെ 20 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,30 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആകെ 20 ദിവസം കൊണ്ട് ചിത്രം 8,20 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. വലിയ ഹൈപ്പ് പ്രമോഷനോ ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ ഒരു ഡീസന്റ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വലിയ വിജയം നേടിയ സിനിമ കൂടിയാണല്ലോ സ്ത്രീ 2. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഫൈനൽ ഡീറ്റെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 740 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 627 കോടി രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ചിത്രം നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് മാത്രം 145 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 855 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് സ്ത്രീ 2. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും വരാൻ പോകുന്ന സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും അറിയാനായി.